ചലഞ്ചസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ, ഭയങ്കരമായിട്ടുള്ള ചലഞ്ചസ് ഒക്കെ ലൈഫിൽ ഫേസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഒരു സ്മൈലോട് കൂടി മിക്ക ആളുകളും ദേ ആർ ഷെയറിങ് ദെയർ ChatGPT experience through the social media platforms. Back to another video, the day 2 of vlog day. ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ്. വാട്ട് ഹാപ്പൻ ടുഡേ? ഇന്നലെ നൈറ്റ് ഞാനൊരു കാര്യം ഇന്നലത്തെ വീഡിയോയിൽ പറയാൻ വിട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി ഇന്നലെ ഹലോ മമ്മി എന്ന് പറഞ്ഞൊരു ഫിലിമിന് പോയിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് വാസ് എ നൈസ് മൂവി. ഷറഫുദ്ദീൻ വളരെ എഫേർട്ട് എടുത്ത് ചെയ്തൊരു മൂവിയാണ്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നൈസ് ക്രിയേഷൻ. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ആ പടത്തിന് പോയി കാണണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോയി കണ്ടൊരു മൂവിയാണ്. സോ അതിനുശേഷം ആക്ച്വലി ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ഏർലി മോർണിംഗിനാണ് 4 o'clock ആയിട്ടുണ്ട് ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ട്. അത്ര സമയം ആയതുകൊണ്ട് തന്നെ ബേസിക്കലി എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഞാനൊരു 10:30 ഒക്കെ ആയപ്പോഴാണ് എഴുന്നേറ്റ് അത് കഴിഞ്ഞ് കുറച്ച് പ്രോജക്ട്സുകൾ ഉണ്ടായിരുന്നു, മീറ്റിങ്സുകൾ ഉണ്ടായിരുന്നു. ദെൻ മുസ്തഫ ആൻഡ് ഫവാസ്, മൈ കൊളീഗ്സ് ആൻഡ് പാർട്ട്ണറാണ് മുസ്തഫ. ഞങ്ങൾ ഒരുമിച്ചിരുന്നു ഫർദർ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സംതിങ് നമുക്കൊരുപാട് കാര്യങ്ങൾ ഇൻ ഫ്യൂച്ചറിൽ ചെയ്യാനുണ്ട് എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. ഒബ്വിയസ്ലി ഒരു ഏജൻസി ലൈഫ് ഇസ് കൈൻഡ് ഓഫ് ഡിഫിക്കൽട്ട് റെദർ ദാൻ എ റീറ്റെയിൽ ഇൻഡസ്ട്രി. ബിക്കോസ് സർവീസാണ്. സർവീസ് ആകുമ്പോൾ നമുക്ക് പല രീതിയിലും നമുക്ക് ഉത്തരങ്ങൾ പറയണം. എന്തുകൊണ്ട് അങ്ങനെ ഇങ്ങനെ പല രീതിയിലേക്കുള്ള ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാകും. സോ അതൊക്കെ നമ്മൾ ഓവർകം ചെയ്ത് നമ്മുടെ ബിസിനസ് ഈസ് ഗോയിങ് ഓസം ആൻഡ് ഫാന്റാസ്റ്റിക്കലി. എനിവേ, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കുറേ ചലഞ്ചസുകളും സൈഡിലൂടെ വരുന്നുണ്ട്. സോ വി ഹാവ് ടു മൂവ് ഓൺ ദാറ്റ്. അത് എന്തായാലും ഉണ്ടാവാതിരിക്കില്ല എന്നറിയാലോ. സോ ഇനി വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് എൻ്റെ ഇപ്പോൾ ലിങ്ക്ഡിനിൽ ഞാനൊരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. മോസ്റ്റ് ഓഫ് ദി ടൈം ഞാനിപ്പോൾ ലിങ്ക്ഡിനൊക്കെ ഇടയ്ക്ക് നോക്കുന്ന സമയത്താണെങ്കിലും ലൈക്ക് നമ്മുടെ നാട്ടിലൊരു കാണുന്ന മേ ബി നമ്മളൊരുപാട് ഈ സർക്കിളിൽ നിൽക്കുന്നത് കൊണ്ട് ഇറ്റ്സ് flooding lot of contents through the social media platforms. Lot of experts are coming and saying about marketing, branding and everything. Obviously മാർക്കറ്റിങ്ങിനെ കൂടി സംസാരിക്കാൻ അല്ലെങ്കിൽ ബ്രാൻഡിങ്ങിനെ കുറിച്ച് സംസാരിക്കാനൊന്നും അത്ര തന്നെ എക്സ്പീരിയൻസ് ഒന്നും വേണമെന്നൊന്നുമില്ല. പക്ഷേ ഐ തിങ്ക് ദേ ഷുഡ് ഹാവ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് എക്സ്പീരിയൻസ്. അറ്റ്ലീസ്റ്റ് വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ നല്ലതായിരിക്കും തോന്നുന്നുണ്ട്. കാരണം മിക്ക ആളുകളും ദേ ആർ ഷെയറിങ് ദെയർ ChatGPT experience through the social media platforms. ഇത് ആളുകളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എന്താ പറയുക ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യാനും ആളുകളെ കൂടുതൽ മിസ്റ്റേക്സുകൾ പഠിക്കാനൊക്കെ ഇതൊരു വിഷയമായി മാറും പിന്നീട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്തിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് വി ഹാവ് കുറച്ച് കാലമെങ്കിലും അതിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ദിസ് ഇസ് എൻ്റെ ഒരു ഫിലോസഫിയാണ്. അത് ഇല്ലാതെ അതിനെക്കുറിച്ച് സംസാരിക്കരുതെന്ന് ഞാൻ പറയാൻ ആളല്ല. കാരണം ഇപ്പം അങ്ങനെ പറഞ്ഞിട്ട് സംസാരിച്ച് ഡെവലപ്പായി വലിയ സംഭവമായ ആളുകളൊക്കെ ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് സംസാരിക്കണ്ട എന്നുള്ളതല്ല, നമ്മുടെ ഒരു എത്തിക്സിന് അത് ശരിയാകുമോ എന്ന് നമ്മൾ തന്നെ തിങ്ക് ചെയ്യുക. കാരണം നമുക്കറിയാത്ത കാര്യം നമ്മൾ വിത്തൗട്ട് എനി പ്രാക്ടിക്കൽ നോളജ് നമ്മൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഗുഡ് ഡീൽ ഐ തിങ്ക്. സോ അൽഹംദുലില്ലാ ഇന്ന് നമ്മുടെ ഫസ്റ്റ് വ്ലോഗ് അപ്ലോഡ് ആയിട്ടുണ്ടാവും. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ നോക്കിയിട്ടില്ല, പക്ഷേ ഏകദേശം 2 hours കഴിഞ്ഞിട്ടുണ്ട്. എന്തായെന്ന് അറിയില്ല. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻഡ് ഇൻ ദാറ്റ് വീഡിയോ. ഞാൻ നാളെ അതിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഇനി ഡെയിലി നമ്മുടെ വ്ലോഗ് കമ്മിങ് ഓൺ മൈ യൂട്യൂബ് ചാനൽ. ഞാനിങ്ങനെ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് വെച്ചാൽ, ഞാനിപ്പം എൻ്റെ വീട്ടിൽ അത്ര സൗകര്യമൊന്നുമില്ല, വീഡിയോ കാര്യങ്ങളൊന്നും നല്ല തിരക്കാണ്. ഇന്ന് എൻ്റെ വല്യമ്മ മരണപ്പെട്ടു. 40ാമത്തെ ദിവസം ഒരു ചെറിയ ചടങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ദിക്ർ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ വീഡിയോ എടുക്കാൻ പറ്റൂല. സോ ഞാനിത് ഇങ്ങനെ കാണിക്കുന്നത്, ഇന്ന് ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായും ഐ എം ഗോയിങ് ഫോർ എ ജോഗിങ്. ഞാൻ നടക്കാൻ പോവും. ഡെഫിനറ്റ്ലി ഒരു
അറ്റ്ലീസ്റ്റ് നമ്മളൊരു 5 to 8 കിലോമീറ്റേഴ്സ് വാക്കിംഗ് പോകണമെന്നുള്ള നിർബന്ധമാണ് എനിക്ക്. കാരണം ഒരു 8,000 വാക്ക് സ്റ്റെപ്സ് മിനിമം എനിക്ക് നടക്കണം. ഐ ഓൾറെഡി ടോൾഡ് ദാറ്റ്. അപ്പോൾ അത് എന്തായാലും പോകും. മേ ബി ഈ വീഡിയോയിൽ പോകുന്ന കാര്യം കൂടി ഞാൻ ഷെയർ ചെയ്യും. അപ്പോൾ ഇത് ഇങ്ങനെ ഞാൻ പറയില്ലേ, നമ്മൾ പലപ്പോഴും ക്വാളിറ്റിയും അതുപോലെ തന്നെ ടൈമും നല്ല മൈക്ക്, നല്ല ക്യാമറ, നല്ല പരിപാടി, നല്ല ഫുൾ സെറ്റപ്പ് ഉണ്ടെങ്കിൽ വ്ളോഗും വീഡിയോ ഒക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്കും കൂടി ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ വീഡിയോ ചെയ്യുന്നത്. കാരണം നമ്മൾ അത്ര തന്നെ ബോധേഡ് ആകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മോട് പറയുന്ന കാര്യങ്ങളിൽ കാമ്പുണ്ടെങ്കിൽ, നമുക്ക് എത്തേണ്ട അടുത്തേക്ക് നമുക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അവിടെ എത്താൻ പറ്റും. അത് മേ ബി പല വഴികളിലും നമ്മൾ തോറ്റു കൊടുക്കേണ്ടൊക്കെ വരും. ചിലപ്പോൾ നമ്മൾ പിന്മാറി വീണ്ടും തിരിച്ചു പോകേണ്ടി വരും. സോ അതൊരു വിഷയമാക്കി മാറ്റണ്ട. എന്തോ ലൈറ്റ് പോയിട്ടുണ്ട്. ലെറ്റ് മീ ചെക്ക്. ജസ്റ്റ് 1 സെക്കൻഡ്. ഓക്കെ, ഫൈൻ. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ we should do something today, not just radio on ചെയ്താണ്. സോ ആർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട. എത്ര ക്വാളിറ്റി വേണം, അല്ലെങ്കിൽ ഇന്ന സംഭവം ഉണ്ടെങ്കിലേ ഞാൻ ചെയ്യുള്ളൂ, അങ്ങനെ സമയം ഉണ്ടെങ്കിലേ ചെയ്യുള്ളൂ. എനിക്കുണ്ടായിരുന്നു അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ, എത്ര സമയം നേരം വൈകിയാലും, എത്ര നട്ടപ്പാതിരായാലും ഐ വിൽ നോട്ട് നെവർ എവർ ഗിവ് അപ്പ് എൻ്റെ റീഡിങ്. ഞാനിപ്പം വണ്ടിയിൽ വന്നിരുന്നിട്ട് ചെയ്യണം. എൻ്റെ സൈക്കോളജി ഓഫ് മണി വായിക്കണം. അറ്റ്ലീസ്റ്റ് 2-3 പേജസ് എങ്കിലും വായിച്ചിട്ട് ലൈക്ക് അത് ഡെയിലി റുട്ടീനിലേക്ക് നമ്മൾ ഇൻബിൽട്ട്. ഞാൻ പറഞ്ഞില്ല നേരത്തെ, ലിങ്ക്ഡിനിൽ പോസ്റ്റ് ഇട്ടു. അതിൽ ഞാൻ എൻ്റെ ഹോണസ്റ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക്ഡിൻ പോസ്റ്റിൻ്റെ എന്താ പറയുക, ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾ വായിച്ചിട്ട് അതിൻ്റെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഡെഫിനറ്റ്ലി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞു വന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആർക്കും വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ക്വാളിറ്റി സംഭവം ഒന്നും നോക്കണം എന്ന് ഞാൻ പറയുന്നില്ല. കാരണം നമ്മൾ ഷെയർ ചെയ്യും. നമുക്ക് എന്തൊക്കെയാണോ ലൈഫിൽ വേണ്ട കാര്യങ്ങൾ, ഹാവ് ടു ഡോക്യുമെന്റ് ഇറ്റ്. ബിക്കോസ് നെക്സ്റ്റ് നമ്മുടെ ലൈഫിൽ പോകുന്ന സമയത്ത് പേഴ്സണൽ ബ്രാൻഡിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എനി കൈൻഡ് ഓഫ് തിങ്സ്. ഇഫ് യു ഹാവ് എൻ എംപ്ലോയി, ഇഫ് യു ഹാവ് എൻ entrepreneur, if you are an athlete or celebrity, whatever it is, നിങ്ങൾക്കൊരു ഫാൻ ബേസും നിങ്ങൾക്കൊരു സ്വീകാര്യതയും നിങ്ങൾക്കൊരു ഒരു പബ്ലിക് സപ്പോർട്ട് ഇല്ലാതെ നിങ്ങൾക്ക് എവിടെ എത്താൻ പറ്റില്ല. സോ ഫോക്കസ് ഓൺ യുവർ സെൽഫ് ആൻഡ് കീപ് ഗോയിങ്. നല്ല നെറ്റ്വർക്ക്സ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കുറേ സ്റ്റോറീസൊക്കെ പറയാനുണ്ട്. ഞാൻ എൻ്റെ 18ാമത്തെ വയസ്സിൽ പാസ്പോർട്ട് എടുത്ത് ദുബായ് കയറിയതാണ്. സോ നമുക്ക് ഡേ 3 എൻ്റെ ഒരു സ്റ്റാർട്ടിങ് ജേണിയോട് ഞാൻ എൻ്റെ വീഡിയോയിൽ പറയാം. നേരത്തെ വീഡിയോ ചെയ്തുകൊണ്ട് ഇടയ്ക്ക് എൻ്റെ മൊബൈൽ ഓഫായിപ്പോയി. സോ അത് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ ഫങ്ഷൻസ് അറ്റൻഡ് ചെയ്തു. ഞാൻ എൻ്റെ വലിയപ്പാനെ വീട്ടിലേക്ക് ആക്കി കൊടുത്തു. അവിടെ ചെറിയ 1-2 ബിസിനസ് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. എൻ്റെ മാമൻ ഒരു സിപ്പപ്പ് കമ്പനി തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും മാമനിൽ തുടങ്ങിയ മാമിയാണ് തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ സിപ്പപ്പിന് ഫസ്റ്റ് ഇട്ട പേര് സൽസ എന്നാണ്. അത് വന്ന സമയത്ത് എന്താ പറയുക, നമ്മൾ കുഞ്ഞിരാമായണത്തിന് സൽസ ബ്രാൻഡിൻ്റെ കഥയാണ് ഓർമ്മ വന്നത്. അപ്പോൾ ഞാനവിടെ നിന്ന് ചിരിച്ചപ്പോഴാണ് അവരും അത് ആകെ പെട്ടിട്ടുള്ളതെന്നുള്ളതിൽ. അപ്പോൾ FSI സർട്ടിഫിക്കറ്റൊക്കെ സൽസ എന്നുള്ള പേരിലാണ് ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഒന്നെങ്കിൽ കണ്ടിന്യൂ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാന്നുള്ള വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അങ്ങനെ കുറച്ച് ലോസ്, അതായത് ഈ ഒരു സാധാരണ ഫുഡ് പ്രൊഡക്ട്സ് കമ്പനിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ബിസിനസ് ലോസ് ചെറിയ രീതിയിലൊക്കെ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പ്രത്യേകിച്ച് ഫുഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾ ആ ഫുഡ് ബിസിനസ്സിന് ഒരു പാരന്റ് കമ്പനി പോലെ ആദ്യം നിങ്ങൾ നെയിം കണ്ടെത്തുക. ലെറ്റ്സ് ഇപ്പോൾ XYZ ഫുഡ് പ്രൊഡക്ട്സ് കമ്പനി, അല്ലെങ്കിൽ ഫുഡ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ എൻകോ ഫുഡ് പ്രൊഡക്ട്സ് കമ്പനി, അങ്ങനെ എന്ത് പറഞ്ഞിട്ട് ഒരു കമ്പനി നെയിം ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യുക. ആ നെയിമിൻ്റെ അണ്ടറിൽ രജിസ്ട്രേഷൻ ഫൈനലൈസ് ചെയ്യുക. രജിസ്ട്രേഷൻ ഫൈനലൈസ് ചെയ്യാൻ അക്ഷയ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. അതിന് FSIയോ അല്ലെങ്കിൽ അതിന് ശേഷം അത് ഇപ്പോൾ കുടിൽ വ്യവസായം ആണെങ്കിൽ ഇപ്പം എന്ത് വേണ്ട, പഞ്ചായത്ത് ലൈസൻസിൻ്റെ ആവശ്യമില്ല.
പഞ്ചായത്ത് ലൈസൻസ് ആണെങ്കിലും ഇപ്പോൾ നമുക്ക് അക്ഷയ പോയി കൊടുന്ന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പഞ്ചായത്തിലും പോയി കഴിഞ്ഞാൽ അതിന് ഫോമും കാര്യങ്ങളും കിട്ടും. ആൻഡ് ദ മോർ ഇമ്പോർട്ടൻറ്റ് ഈസ് കമ്പനി ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ട്രേഡ് മാർക്കിൻ്റെ വിഷയം വരുന്നില്ല. പക്ഷേ നമ്മളൊരു പ്രൊഡക്റ്റ് ഇറക്കുന്ന സമയത്ത് ഓരോ പ്രൊഡക്റ്റിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആ നെയിമിനനുസരിച്ച് ലോഗോ ക്രിയേറ്റ് ചെയ്യണം. ആ ലോഗോ നമ്മൾ ട്രേഡ് മാർക്ക് എടുക്കണം. അത് നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പക്ഷെ അതിന് മുമ്പ് തന്നെ ആ ഇടുന്ന പേര് നമ്മൾ മാർക്കറ്റിൽ മറ്റുള്ള ഫുഡ് കമ്പനികൾ പ്രൊഡക്റ്റുകൾക്ക് ട്രേഡ് മാർക്ക് ഉള്ള ക്ലാസ്സുകളിൽ ട്രേഡ് മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും കിട്ടൂല. സോ അതെന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കുക. മിക്ക ആളുകൾക്കും അറിയില്ല, ബിസിനസ് ചെയ്യാന്നുള്ളത് മാത്രമേ അറിയുള്ളൂ. ഇങ്ങനെ കുറച്ച് ലോസൊക്കെ നമ്മൾ പഠിച്ചു വെച്ചാൽ നന്നാവും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച്. സീ യു സൂൺ. ബൈ.